തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കല്ലറ സമാധി വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. വീണ്ടും നിയമയുദ്ധം മുറുകുകയാണ്. ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ് കുടുംബം. 41 ദിവസം മുടങ്ങാതെ പൂജ ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കുടുംബം. ഇതിനോടകം തന്നെ ഈ വിഷയം കേരളത്തിൽ സജീവ ചർച്ചയായി ആളിക്കത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും കുടുംബം നിലപാടിൽ ഉറച്ച് ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ നിയമവിദഗ്ധർ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ, റവന്യൂ വകുപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ച്, പോലീസിനെ, ആഭ്യന്തര വകുപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ വിവാദത്തിൽ കുടുംബം ഹൈക്കോടതിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കല്ലറ പൊളിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യം റദ്ദാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 41 ദിവസത്തെ പൂജ മുടങ്ങാതെ ചെയ്യാൻ കഴിയണമെന്നും കുടുംബം ഹർജിയിൽ പറയുന്നുണ്ട്. പൊളിക്കൽ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് വിശ്വാസം, വികാരം വ്രണപ്പെടുത്താനാണെന്ന് കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയുടെ മകൻ ആരോപിച്ചിരുന്നു. ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ കഴിച്ചത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമായിരുന്നുവെന്ന് ഭാര്യ പ്രമുഖ ചാനലുകളിലൂടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിലും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും റവന്യൂ വകുപ്പിനും മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏതായാലും സമാധിയിൽ വിവാദം തുടരുക തന്നെയാണ്. ഇന്ന് കല്ലറ പൊളിക്കില്ല, അനിശ്ചിതത്വം തുടരുക തന്നെയാണ്. നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ കല്ലറ പൊളിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കൂ. കല്ലറ പൊളിച്ചാൽ മാത്രമേ നാട്ടുകാരിൽ ഒരു വിഭാഗം ആരോപിക്കുന്ന ദുരൂഹത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മറന്നേക്ക് പുറത്തു വരൂ. ഏതായാലും മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ കല്ലറ പൊളിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. പ്രദേശത്തെ സാഹചര്യം പരിഗണിച്ച് പോലീസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി ഒരു ഉത്തരവും നോട്ടീസും ജില്ലാ ഭരണകൂടം ഇറക്കില്ല. കുടുംബത്തിന്റെ നീക്കവും പോലീസ് സസൂക്ഷ്മം നിരീക്ഷിക്കുക തന്നെയാണ്. ഏതായാലും സമാധിയോ കൊലപാതകമോ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ അനുവദിക്കാത്തതിന് പിന്നിൽ അടിമുടി ദുരൂഹതയെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് ഒരു വിഭാഗം. മരണം ഒളിച്ചുവെച്ചതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ കുടുംബം ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പൊളിക്കൽ നടപടി വേഗത്തിലാക്കാൻ പോലീസും രംഗത്തിറങ്ങിയതോടെ വിശ്വാസമോ അന്ധവിശ്വാസമോ എന്ന ചർച്ചകളും കേരള സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി സമാധിയായെന്ന കുടുംബത്തിന്റെ അവകാശവാദത്തിൽ അടിമുടി ദുരൂഹത എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മരണം ആരെയും അറിയിച്ചില്ല എന്നതിനാൽ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു തന്നെ രംഗത്തുണ്ട്. അടക്കം ചെയ്ത സമാധി സ്ഥലം പൊളിച്ച് നിയമപരമായ പരിശോധനകൾ നടത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചെങ്കിലും അത് നടപ്പാക്കുക പോലീസിനും അത്ര എളുപ്പമല്ല. കല്ലറ പൊളിച്ച് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഗോപൻ സ്വാമിയുടെ മരണകാരണം വ്യക്തമാകൂ. നിയമത്തിനു മുന്നിൽ സംഭവത്തിൽ കൊലപാതകം നിഴലിക്കുന്നുണ്ട്. അവിടെ വിശ്വാസം എന്നൊന്നില്ല. മാത്രമല്ല ഇതൊരു പൊതുവികാരവുമല്ല താനും. കല്ലറ പൊളിച്ച് പരിശോധിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ കുടുംബം ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കും. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതും.